പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നതാണ് യഥാർത്ഥത്തിലുള്ള മാനസാന്തരം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ സ്നാപക യോഹന്നാൻ ജനങ്ങളോട് പ്രസംഗിച്ചത് മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. എളിമയും അനുതാപവുമാണ് നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. യെശയ്യാ 66:2 തിരുവചനം പറയുന്നു, കർത്താവ് അരുളിച്ചെയ്യുകയാണ്, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപബോധവും പശ്ചാത്താപവും തരുന്നത്. എളിമയുള്ള ഹൃദയത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും എന്ന് യേശുനാഥൻ പറഞ്ഞിട്ടുണ്ട്. യേശുനാഥൻ വന്നത് പാപികളെ തേടിയാണ്. നല്ല കള്ളനും പത്രോസിനും സക്കേവൂസിനും പാപിനിയായ സ്ത്രീക്കുമുണ്ടായ അനുതാപവും മാനസാന്തരവും നമുക്ക് വേണം. നമ്മുടെ ഹൃദയത്തിനാണ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ മനോഭാവങ്ങൾക്കും നമ്മുടെ ചിന്താരീതികൾക്കും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും മാറ്റമുണ്ടാകണം. എത്ര വലിയ തെറ്റുകൾ ചെയ്താലും അനുതാപത്തോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നാൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതാണ്. എന്നാൽ പത്രോസിൻ്റെ ഹൃദയം വേദനിച്ചു, അനുതപിച്ചു. ഹൃദയം നൊന്ത് പത്രോസ് കരഞ്ഞു എന്ന് തിരുവചനം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഈ അനുതാപം യേശുവിലേക്ക് വീണ്ടും പത്രോസിനെ അടുപ്പിച്ചു. എന്നാൽ ധനമോഹത്തിന് അടിമയായ യൂദാസ് തൻ്റെ ഗുരുവിനെ 30 വെള്ളി നാണയങ്ങൾക്ക് ഒറ്റിക്കൊടുത്തു. അവന് ദുഃഖമുണ്ടായെങ്കിലും അത് കുറ്റബോധത്തിലേക്കും നിരാശയിലേക്കുമാണ് അവനെ നയിച്ചത്. അതുകൊണ്ട് അവൻ്റെ ആത്മാവ് നാശത്തിന് ഇടയായി. നമുക്ക് കുറ്റബോധമല്ല വേണ്ടത്, നമുക്ക് പശ്ചാത്താപവും അനുതാപവും മാനസാന്തരവും യേശുവിൻ്റെ അടുക്കലേക്കുള്ള ചലനവുമാണ് നമുക്ക് വേണ്ടത്. യേശുവിനെ നമ്മുടെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക, അതാണ് വേണ്ടത്. നല്ല കള്ളൻ ഒരു കള്ളനായിട്ട് പോലും അവന് യേശുവിനെ അറിയാമായിരുന്നു. പരമ പരിശുദ്ധനായ ദൈവപുത്രനാണ് യേശുവെന്ന് അവൻ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട്. ആ യേശുവാണ് അപമാനിതനായി നിന്ദിക്കപ്പെട്ട് കുരിശിൽ പീഡകൾ സഹിച്ച് മരണത്തിനായി കാത്തുകിടക്കുന്നത് എന്ന ബോധ്യം അവനുണ്ടായി. അതുകൊണ്ടാണ് അങ്ങയുടെ രാജ്യത്തെത്തുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചത്. അവന് അനുതാപവും മാനസാന്തരവും ഉണ്ടായി. യേശു അവന് കൊടുത്ത വാഗ്ദാനം, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിലായിരിക്കും എന്നാണ്. സക്കേവൂസിന് യേശുവിനെ ഒന്ന് കാണണമെന്ന് മാത്രമേ ആഗ്രഹമുണ്ടായുള്ളൂ. എങ്കിലും അവൻ്റെ ഹൃദയം കണ്ട കർത്താവ് അവനെ നോക്കിയപ്പോൾ അവൻ ചെയ്ത പാപത്തെക്കുറിച്ചും അനീതിയെക്കുറിച്ചും അവന് ബോധ്യം വരികയും അവന് മാനസാന്തരം ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവൻ്റെ ചിന്തകളിൽ മാറ്റം വരുത്തി അവൻ ആരുടെയെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി കൊടുക്കാൻ തയ്യാറായി. സ്വത്ത് അവൻ്റെ പകുതി പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ തയ്യാറായി. ഇത്തരത്തിലുള്ളൊരു മാനസാന്തരമാണ് നാം ഓരോരുത്തരിലും ഉണ്ടാകേണ്ടത്. പാപാന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന പാപിനിയായ സ്ത്രീയിൽ നിന്ന് യേശു 7 അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ചു. അവൾ തൻ്റെ തെറ്റുകളെക്കുറിച്ച് അനുതപിച്ചു, പശ്ചാത്തപിച്ചു. അവളിൽ വലിയ മാറ്റം ഉണ്ടായി, മാനസാന്തരത്തിന് ഇടയായി. പാപത്തെയും പാപസാഹചര്യങ്ങളെയും എന്നേക്കുമായി അവൾ ഉപേക്ഷിച്ചു, വിശുദ്ധയായി ജീവിച്ചു. ഉദ്ധാനം ചെയ്ത യേശുനാഥൻ ആദ്യം പ്രത്യക്ഷപ്പെട്ടതും ഈ മഗ്ദലേന മറിയത്തിനു തന്നെയാണ്. ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയാനാണ് യേശുനാഥൻ നമ്മോട് പറയുന്നത്. ജെറമിയ 4:14 അതാണ് നാം കാണുന്നത്. മനുഷ്യൻ്റെ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ദുഷിച്ചതുമാണ്. ഈ ഹൃദയത്തിനാണ് മാറ്റം ഉണ്ടാകേണ്ടത്. നമ്മുടെ ഹൃദയമാണ് കർത്താവ് കാണുന്നത്. കർത്താവിൻ്റെ മുൻപിൽ നിന്നും ആർക്കും മറഞ്ഞു നിൽക്കാൻ സാധിക്കുകയില്ല. കർത്താവിൻ്റെ കണ്ണുകൾക്ക് സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണ്. നമ്മെ എല്ലാവരുടെയും നമ്മുടെ ചിന്തകളെയും ഹൃദയത്തിലെ വിചാരവികാരങ്ങളെയും എല്ലാം കർത്താവ് അറിയുന്നുണ്ട്. അനുതാപവും എളിമയും മാനസാന്തരവുമുള്ള ഹൃദയങ്ങളിലേക്ക്
യേശുനാഥൻ കടന്നു വരികയും തന്നോട് ചേർത്ത് നിർത്തുകയും ചെയ്യും. നമ്മുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. ഹൃദയത്തിലെ അശുദ്ധിയെല്ലാം എടുത്തു മാറ്റി വിശുദ്ധിയിൽ വന്നാൽ മാത്രമേ കർത്താവിനെ ദർശിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.